നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. Okay, Deva. See you again. Thank you. സമയം കുറെ ആയല്ലോ, എന്നിട്ട് എന്താ അവള് വരാത്തത്? ഇന്ന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാതെ അവളെ വിടരുത്. വരട്ടെ. എന്താ സാറ് നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ലല്ലോ. ഹായ്, എന്താ പറ്റി? എന്താ ഇത്ര ലേറ്റ് ആയേ? ട്രാഫിക് ആണടാ. നിനക്കെന്താ ഇത്ര ഒരു ധൃതി? എന്നാൽ ഇന്നലെ എന്ത് പണിയാ കാണിച്ചേ? സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് പറയാതെ ഒരു പോക്കെന്ന് പോയില്ലേ? ഈ മെഗാ സീരിയലിലൊക്കെ ഇൻട്രസ്റ്റിംഗ് സീൻ വരുമ്പോ നിർത്തിയിട്ട് തുടരുന്ന് പറയൂലേ, അതുപോലെ നിർത്തി നാളെ പറയാന്നും പറഞ്ഞ് നീ നിന്റെ വഴിക്ക് അങ്ങ് പോയി. അതിനു മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുകൊണ്ടാ കൊളമായതെന്ന് നീ ആലോചിച്ച് നോക്കിയായിരുന്നോ? അതെന്തായാലും കയ്യിന്ന് പോയില്ലേ. അത് വീണ്ടും വീണ്ടും ആലോചിച്ച് വീണ്ടും വീണ്ടും അപ്സെറ്റ് ആവേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇതിനെ ഇങ്ങനെ അപ്സെറ്റ് ആയാൽ എങ്ങനെയാടാ? ലവ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബ്രോ. അതെന്തെങ്കിലും ആവട്ടെ, സ്മാർട്ടായിട്ടിരുന്നാ മാത്രമേ പ്രണയം തോന്നുമെന്ന് വല്ല നിയമമുണ്ടോ ഇവിടെ? പ്രേമത്തിന് കണ്ണില്ലല്ലോ. പ്രേമത്തിന് കണ്ണൊന്നുമില്ല, പക്ഷെ നീ പ്രേമിക്കുന്ന പെണ്ണിന് കണ്ണുണ്ടല്ലോ. അതുകൊണ്ട് അവളെ ഇംപ്രസ് ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രേമം എപ്പോഴേ സക്സസ് ആയേനെ. ശരി വിട്, അത് കയ്യിന്ന് പോയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നെന്തിനാ? നീ അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് പറയും. ശരി ശരി, തിരക്ക് കൂട്ടല്ലേ, ഞാൻ പറഞ്ഞുതരാം. വേഗം പറയ്. തുനിവാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തുനിവോ? ധൈര്യം. ഓ, ധൈര്യമുള്ളവരൊക്കെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണോ? പിന്നല്ലാതെ. നീ എന്തൊക്കെയാ പറയുന്നേ? അതേ റോ, ഇപ്പോ സിനിമയിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഹീറോ ഇഷ്ടമാവുന്നതെന്ന് അറിയോ? ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാ ഹീറോയാണ് തെറ്റിനെ ചോദ്യം ചെയ്യുന്നത്. അന്യായം കണ്ട ധൈര്യത്തോടെ എതിർത്ത് നിൽക്കും. ചുരുക്കി പറഞ്ഞ ആള് വലിയ ബോൾഡായിരിക്കും. അപ്പൊ ഞാൻ ഹീറോയെ പോലെ ഇരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ. അതായത് ഞാനും ആ പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച് തെറ്റിനെ ചോദ്യം ചെയ്താ അവൾ ഇംപ്രസ് ആവുമല്ലേ? അങ്ങനെ വേണമെന്നില്ല. മറ്റുള്ളവര് ചെയ്യാൻ മടിക്കുന്ന കാര്യത്തെ നീ ധൈര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് നിന്നോടൊരു ഇഷ്ടമൊക്കെ തോന്നും. ശരി, ഓക്കെ. നീ പറഞ്ഞതുപോലെ എന്റെ ധൈര്യം കാണിക്കാൻ എനിക്ക് ഒരേ ഒരു അവസരം ഒന്ന് തന്നു നോക്ക്. അപ്പൊ കാണിച്ചാലും അവൾ എങ്ങനെ ഇംപ്രസ് ചെയ്യുമെന്ന്. വെറുതെ ഡയലോഗ് അടിക്കാതെ പറയുന്ന കാര്യം ചെയ്യൂ. പ്രിയ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പക്ഷെ ഞാൻ തോറ്റു കാണും, പക്ഷെ അടുത്ത സ്റ്റെപ്പില് ഉറപ്പായിട്ട് ഞാൻ ജയിച്ചിരിക്കും. അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോക്കാം നീ നിന്റെ ധൈര്യം കാണിച്ച് എങ്ങനെയാ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നേന്ന്. ഒരു കാര്യം പറയാം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാള് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവനാണ് നമ്മുടെ കഥയുടെ ഹീറോ. അതാണല്ലേ ഹീറോ. നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കഥ റെഡിയാണ്.
കഷ്ടായി പോയിടേ. പിന്നല്ലാതെ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യാൻ പറ്റുമോ? അത് ശരിയാ. IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് 2 ദിവസം ലീവ് ഉണ്ട്. അനിമേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് 6 ദിവസം ജോലിയുണ്ട്. അത് കുറച്ച് ഓവറല്ലേ? നിന്റെ അഭിപ്രായം എന്താ അനാമിക? കറക്റ്റാ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലിയല്ലേ, 2 ദിവസം ലീവ് കിട്ടിയ മൈൻഡ് ഒന്ന് റിലാക്സ് ആവില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോസിനോട് പറഞ്ഞ് 2 ദിവസം ലീവ് എടുക്കണം. അപ്പൊ നീ തന്നെ സംസാരിക്ക്. ബോസിന്റെ അടുത്ത്? ഞാൻ പോയി എങ്ങനെ ബോസിന്റെ അടുത്ത് ലീവ് ചോദിക്കുക? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അനാമിക തന്നെ ഈ കാര്യം ബോസിനോട് പറയട്ടെ. എടാ നന്ദ, നിന്റെ ധൈര്യം കാണിക്കാൻ നല്ലൊരു അവസരം നിന്നെ തേടി വന്നിരിക്കുക. വിട്ടുകളയല്ലേ. എന്താ അനാമിക ഒന്നും മിണ്ടാതിരിക്കുന്നേ? നീ തന്നെ ഈ കാര്യം ബോസിനോട് സംസാരിക്കണം. നീ ചോദിക്കാൻ അനാമികേ. ഉറപ്പായിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. വേണ്ട അനാമിക, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ സംസാരിക്കാന്നേ. നന്ദ, നീ സംസാരിക്കാനോ? അതെങ്ങനെ പറ്റും? അതെ, ഞാൻ തന്നെ. നീയാണോ ബോസിന്റെ അടുത്ത് ലീവ് ചോദിക്കാൻ പോകുന്നേ? എന്താ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ലേ? നീ ഇന്നേ വരെ ഒന്ന് സംസാരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെങ്ങനെ ഇപ്പോ? ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് നമ്മുടെ വർക്ക് സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി 2 ദിവസത്തെ ലീവ് ചോദിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എല്ലാം താനെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് ചോദിച്ച് വാങ്ങേണ്ടത് അങ്ങനെ തന്നെ വാങ്ങണം. അതൊന്നും കുഴപ്പമില്ല. നീ ഇത്രയും ബോൾഡായിരിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഇങ്ങനെ അതിശയിക്കാൻ നിൽക്കല്ലേ. ഞാൻ ബോസിനോട് സംസാരിച്ച് ലീവ് സാങ്ഷൻ ആക്കി വരാം. അപ്പൊ എല്ലാം കൂടി ചേർത്ത് അതിശയിച്ചു. ശരി നന്ദ, ബോസിനോട് എപ്പോഴാ ചോദിക്കുന്നത്? പിന്നെപ്പോഴാ? ഇപ്പൊ തന്നെ പോയി സംസാരിക്കുന്നെന്താ? ഇപ്പൊ തന്നെ വേണോ? അതെ നന്ദ, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാ അതപ്പൊ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കണം. പിന്നത്തേക്ക് മാറ്റി വെച്ചാ ശരിയാവില്ല. ബോസ് എന്തായാലും ക്യാബിനിൽ തന്നെ ഉണ്ടാകും. നീ ഇപ്പൊ തന്നെ ചെന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ച് ഓക്കെ ആക്കിയിട്ട് വാ. എന്താ നന്ദ ആലോചിച്ചോണ്ടിരിക്കുന്നെ? നീയല്ലേ ബോൾഡായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞേ? എന്താ ബോസിനോട് സംസാരിക്കാൻ പേടിയുണ്ടല്ലേ? പേടിയോ? ചേച്ചേ, എനിക്കോ? ഒരിക്കലുമില്ല. പിന്നെ എന്തിനാ താമസിക്കുന്നേ? പോയി സംസാരിക്കുന്നെന്താ? നീ ചെല്ലണം. ശരി, സമയം പോവാം. waste ആക്കണ്ട. പോവാം. എടന്നെന്താ, എങ്ങനെയെങ്കിലും ബോസിനോട് സംസാരിച്ച് ലീവ് ഒന്ന് സാങ്ഷൻ ആക്കണം. എന്നാലേ നിന്റെ ധൈര്യം കണ്ട് അവൾ ഇംപ്രസ് ആവുള്ളൂ. കൊള്ളാലോ ഇവൻ. പറഞ്ഞ കാര്യം ഉടനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. നോക്കാം ഋഷിയുടെ അടുത്ത് ഇവൻ എങ്ങനെ ധൈര്യമായിട്ട് സംസാരിക്കുന്നെന്ന്.